പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായി യേശു രാജാവ് ഒരിക്കൽ കൂടി അനുവദിച്ചതോർത്ത് യേശു ക്രിസ്തുവിന് നന്ദി സ്തുതി സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ആർക്കും കൊല്ലാൻ പറ്റാത്ത പെരുമ്പാമ്പ് രണ്ടാം ഭാഗം നമ്മൾ കേട്ടു. ഇനി അതിൻ്റെ മൂന്നാം ഭാഗം നമ്മൾ കേൾക്കുകയാണ്. ആർക്കും കൊല്ലാൻ പറ്റാത്ത പെരുമ്പാമ്പ് മൂന്നാം ഭാഗം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. കാരണം ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒന്ന് നിനവേ നിവാസികൾ ചെയ്തതുപോലെയുള്ള തിന്മയും മറ്റൊന്ന് സോദോം ഗൊമോറയും പോലെയുള്ള തിന്മയും നടന്നുകൊണ്ടിരിക്കുന്ന അതിശക്തമായ ഒരു അശുദ്ധിയുടെയും മ്ലേച്ഛതയുടെയും എല്ലാ വൃത്തികളിലും ഒരു കാലഘട്ടമായിട്ട് മാറ്റപ്പെട്ട ഈ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഞാൻ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇടുമ്പോൾ വളരെയേറെ ചിന്തിച്ച് ആലോചിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് ഈ ക്ലാസ് ഇടുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് 2016 സർവശക്തനായ യേശു ക്രിസ്തു തൻ്റെ വെളിപ്പാടുകൾ, വെളിപ്പെടുത്തലുകൾ സ്വപ്നത്തിൽ കൂടെയും ദർശനത്തിൽ കൂടെയും സംസാരത്തിൽ കൂടെയും ശബ്ദത്തിൽ കൂടെയും ഒക്കെ വിവിധ രീതിയിൽ വെളിപ്പെടുത്തിയ കാലഘട്ടങ്ങളിൽ ആ കാലഘട്ടങ്ങളിൽ തന്നെ വെളിപ്പെടുത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന എനിക്ക് കിട്ടിയത് ഇപ്രകാരമായിരുന്നു. ആ 2016 കാലഘട്ടങ്ങളിൽ യേശുവിൻ്റെ വരവിനെ പറ്റിയുള്ള ഡേറ്റുകൾ വെളിപ്പെടുത്തി കിട്ടി. ഒരു മാസങ്ങൾ 2-3 മാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു ദർശന സ്വപ്ന വ്യാഖ്യാന അർത്ഥ വെളിപ്പെടുത്തൽ കിട്ടിയത്. അത് ശരിക്കും പറഞ്ഞാൽ വളരെ അത്ഭുതകരമായി തോന്നിയൊരു സംഭവമാണ്. അത് സെക്സ് എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു. അതിനെ ഈ കാലഘട്ടം അത്രയും ഞാൻ വെച്ച് പഠിക്കുകയും പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയ ക്ലാസ് ഇടാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ട് എനിക്ക് ആദ്യത്തെ ഒരു പ്രസ്താവന ദൈവത്തിൽ നിന്നും യേശുവിൽ നിന്നും സ്വരരൂപത്തിൽ കിട്ടിയത് ഇങ്ങനെയായിരുന്നു. കത്തോലിക്ക സഭ സെക്സിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രബോധനവും പഠനവും കൊടുക്കുന്നില്ലെങ്കിൽ സാത്താൻ കൊടുക്കും ഇൻ്റർനെറ്റിലൂടെ എന്നായിരുന്നു. ആ പ്രസ്താവന എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചപ്പോൾ അതങ്ങനെ തന്നെ ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയും വെച്ചു. അത് എഴുതി വെച്ചപ്പോൾ അതിന് അതേപടി ഇവിടെ തന്നെ ഒരു ബുക്കിൽ ഇരിപ്പുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ കൂടുതൽ ബോധ്യമാകാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ സ്വന്തമായ അഭിപ്രായത്തിൽ രൂപീകരിച്ചെടുത്ത് പറയുന്നതല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ കാലഘട്ടത്തിൽ പറയുന്നത് നമ്മുടെ സഭയിൽ നമുക്കറിയാം, കേരള സഭയിൽ നമുക്ക് ധാരാളം പരിശുദ്ധാത്മാഭിഷേക ധ്യാനമുണ്ട്, കുടുംബ വിശുദ്ധീകരണ ധ്യാനമുണ്ട്, ആന്തരിക സൗഖ്യ ധ്യാനമുണ്ട്, വരദാനാഭിഷേക ധ്യാനമുണ്ട്, കുടുംബ നവീകരണ ധ്യാനമുണ്ട്, വൈദികർക്കുള്ള ധ്യാനമുണ്ട്. ഈ എല്ലാ ധ്യാനങ്ങളും കേരളത്തിൽ സുലഭമാണ്. എന്നാൽ എത്രമാത്രം ക്ലാസ് എടുത്താലും എത്രമാത്രം ധ്യാനവും പ്രാർത്ഥനയും മുന്നോട്ട് പോയാലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെയ്യേണ്ടതായ കടമകളെക്കുറിച്ചും നിബന്ധനകളെക്കുറിച്ചും അതിൻ്റെ വിശുദ്ധിയുടെ തലങ്ങളെക്കുറിച്ചും അതിനെപ്പറ്റി വിശദമായ ഒരു ക്ലാസ്സോ അതിൻ്റേതായ ഒരു ധ്യാനമോ നമുക്ക് ലഭ്യമല്ല. പിന്നെ അതായത് അതിൻ്റെ വേറൊരു തലത്തിൽ സംസാരിച്ചാൽ സെക്സ് എന്ന വിഷയം അടിസ്ഥാനപരമായി ദൈവികമായിട്ട് പഠിപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എനിക്ക് കിട്ടുന്ന വാട്സപ്പ് സന്ദേശങ്ങളും ഫോൺ വിളിച്ച് സംസാരിക്കുന്നതുമെല്ലാം അവർ പറയും ചോദ്യം ഇതാണ്, ബ്രദറെ, ഇങ്ങനെ രീതിയിൽ ചെയ്യണമെന്ന് ഭർത്താവ് നിർബന്ധിക്കുന്നു, ഇങ്ങനെ ചെയ്യണമെന്ന് ഭാര്യ നിർബന്ധിക്കുന്നു. ഇതിലേതാണ് ശരി, ഇതിലേതാണ് തെറ്റ്? അങ്ങനെ ചെയ്യുമ്പോഴുള്ള ദോഷവശങ്ങൾ എന്ത്, അല്ലെങ്കിൽ അതിൻ്റെ ദൈവിക ചിന്തകൾ എന്ത്, അതിൻ്റെ ദൈവിക നിയമങ്ങൾ എന്ത്? അതങ്ങനെ ചെയ്യാത്തതുകൊണ്ട് ഞങ്ങളുടെ ദാമ്പത്യം തകർന്നു, ഞങ്ങൾ ഡൈവോഴ്സിൻ്റെ വക്കിലാണ്, ഞങ്ങൾ ഡൈവോഴ്സ് ചെയ്തിട്ടിരിക്കുകയാണ്, ഇനി മറ്റൊരു ഭാഗത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ വരും. അതുകൊണ്ട് സെക്സ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു ക്ലാസ് തരാമോ എന്നൊക്കെ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ ആസ്പദമാക്കി ദൈവിക പദ്ധതി പ്രകാരം ഇന്ന് പഠിക്കുമ്പോൾ സർവശക്തനായ യേശുനാഥൻ എനിക്ക് തന്ന ഏറ്റവും വലിയ ഒരു വെളിപ്പെടുത്തലാണ്
എസ് ഇ എക്സ്, അതിനാണ് നമ്മൾ പറയുന്നത് സെക്സ് എന്ന് പറയുക. ഈ വിഷയം പൊതുവെ നമുക്ക് ദൈവിക തലത്തിൽ നമുക്ക് ലഭ്യമല്ല. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ ആസ്പദമാക്കി ഒരു ശരിയായ വെളിപ്പെടുത്തൽ ജ്ഞാനം നമുക്ക് ലഭ്യമല്ല. എന്നാൽ അതിനെപ്പറ്റി സർവശക്തനായ ഈശോ എനിക്ക് തോന്നുന്ന വെളിപ്പെടുത്തൽ പ്രകാരമാണ്. യെസ് എന്ന് പറഞ്ഞാൽ സീക്രട്ട് എന്നാണ് അർത്ഥം. സീക്രട്ട്, അതിന് രണ്ടാമത് ഒരർത്ഥം കൊണ്ട് ദൈവം കാണുന്നുണ്ട്. യെസ് എന്ന ആ അക്ഷരത്തെ തന്നെ സി എന്ന് കാണുക. ഞാൻ സോ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഐ സോ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു, ഐ സി എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നു. അപ്പോൾ സീക്രട്ട് ആയിട്ട് ഇതിനെ കാണുക. ഒന്ന് ഏതിനെ, ഈ എന്താണ് ഇമോഷൻ, ഇമോഷണൽ, ഇമോഷൻ എന്ന് പറഞ്ഞാൽ വികാരം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യന് എന്തെല്ലാം ഇമോഷണൽ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയും. കരച്ചിൽ, ദുഃഖം, സന്തോഷം, ആനന്ദം, പൊട്ടിച്ചിരി, നിഗൂഢമായ ചിന്തകൾ, അങ്ങനെ ഒരുപാട് ഇമോഷനുകൾ മനുഷ്യൻ്റെ മുഖത്തും ശരീരത്തും കാണാൻ പറ്റും. എന്നാൽ അതിൽ തന്നെ ഏറ്റവും മറ്റൊരു ഇമോഷനാണ് ലൈംഗിക ആ വിഷയത്തെ ഉള്ള ഇഷ്ടം അഥവാ താല്പര്യം, ലൈംഗിക ചിന്തകൾ. അതിൻ്റെ രണ്ടാമത്തെ തലമാണ് എക്സ് എന്ന സംഗതി. എസ് ഇ എക്സ്. എക്സ് എന്ന വാക്കിൻ്റെ അതുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത് വിശുദ്ധ കുരിശ്, ഹോളി ക്രോസ്, വിശുദ്ധ കുരിശ്. അതായത് വിശുദ്ധിയിൽ വിശുദ്ധീകരിക്കപ്പെടുന്നത്, വിശുദ്ധീകരിക്കപ്പെടേണ്ടത്, വിശുദ്ധി കൊണ്ട് ഉപയോഗിക്കേണ്ടത്, വിശുദ്ധിയെ സംബന്ധിച്ചത്, വിശുദ്ധിയിലായിരിക്കേണ്ടത് എന്നാണ്. അപ്പോൾ രഹസ്യമായ ഈ വികാരം എന്ന് പറയുന്നത് രഹസ്യമായി കാണുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം രഹസ്യമായിട്ട് നമുക്ക് ഏറ്റവും രഹസ്യമായിട്ട് നിഗൂഢമായിട്ട് ആരും കാണാത്ത മോശമായ കാര്യങ്ങൾ നമുക്ക് രഹസ്യമായിട്ടിരുന്ന് കാണാം, അല്ല രഹസ്യമായിട്ടൊരു വ്യഭിചാരം ചെയ്യുമെന്നല്ല അതിനർത്ഥം. ഈ വസ്തുതയെ ദൈവം രഹസ്യമാക്കി വെച്ചത് അതൊരു വലിയ രഹസ്യമായതുകൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് ദൈവം ഈ വിഷയത്തെ രഹസ്യമായിട്ട് ദൈവം തീരുമാനിച്ചത്? മനുഷ്യൻ്റെ ശരീരഘടന എടുത്തു നോക്കിയാലും നമുക്ക് ശാരീരിക അവയവങ്ങളിൽ മുഖത്താണ് ഏറ്റവും കൂടുതൽ ഇന്ദ്രിയങ്ങളുള്ളത്. എന്നാൽ ലൈംഗിക ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് അത് ഏറ്റവും രഹസ്യവും നിഗൂഢമായ സ്ഥലങ്ങളിൽ തന്നെയാണ്. അതിൻ്റെ അർത്ഥം തന്നെ അത് ആർക്കും പെട്ടെന്ന് എടുത്തു നോക്കാനുള്ളതോ പെട്ടെന്ന് ഉപയോഗിക്കാനുള്ളതോ കാണാനുള്ളതോ അല്ല. അത് രഹസ്യമായിട്ട് വെക്കേണ്ടതാണ്, അത് രഹസ്യമായി മൂടി വയ്ക്കേണ്ടതാണ്, അത് അതിൻ്റേതായ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കേണ്ടതാണ്. അല്ലാതെ അത് എപ്പോഴും കാണാനോ നോക്കാനോ, കാരണം മുഖമാണ് നമുക്ക് എപ്പോഴും കാണാനുള്ളത്. അപ്പോൾ രഹസ്യമായി വ്യഭിചാരം ചെയ്യാമെന്നല്ല അതിനർത്ഥം. അപ്പോൾ രഹസ്യമായി ദൈവം വെച്ചിരിക്കുന്നതിനെ രഹസ്യമായി തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് വിവാഹത്തിൽ, അതായത് നമുക്കറിയാം സെക്സ് എന്നൊരു വാക്കിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ മറുവശം എന്താണ്? വിവാഹമാണ്. വിവാഹത്തിൻ്റെ മറുവശം ഏതാണ്? വ്യഭിചാരമാണ്. അപ്പോൾ വിവാഹത്തിൽ സംഭവിക്കുന്നതും സെക്സാണ്, സെക്സിൽ സംഭവിക്കുന്നതും സെക്സാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് പ്രസ്താവന ദൈവം എനിക്ക് വെളിപ്പെടുത്തുന്ന ഇപ്രകാരമാണ്. ഒന്നാമത്, സെക്സ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ എടുത്ത് എപ്പോഴോ നോക്കിയാലും സെക്സ് എന്ന ഒരു പദം കാണാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ രഹസ്യം, അതാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം. എന്നാൽ വിവാഹം എന്ന് ധാരാളം പ്രാവശ്യം നമ്മൾ കാണും. വിവാഹത്തെ സംബന്ധിച്ചത് പൗലോസ് എഴുതിയത്, യേശു പറഞ്ഞത് ഇനിമേൽ അവർ രണ്ടല്ല ഏകശരീരമായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലൈംഗിക വിശുദ്ധി എന്നാണ്. അതായത് ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാം വചനത്തിൽ ഇങ്ങനെയാണ് ലൈംഗിക വിശുദ്ധി എന്നാണ്. അപ്പോൾ ലൈംഗിക വിശുദ്ധി എന്നതുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത് മാരേജ് അഥവാ വിവാഹം എന്നാണ് ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത്. അതായത് എബൌട്ട് ദ മാരേജ് എന്നാണ്. വിവാഹത്തെ സംബന്ധിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളത്, വിവാഹത്തിൽ അധിഷ്ഠിതമായത്, വിവാഹത്തിന് വേണ്ടിയുള്ളത്, ദൈവത്തിൻ്റെ നിയമത്തിൽ അധിഷ്ഠിതമായത്, ദൈവിക പദ്ധതിയിലുള്ളത് എന്നുള്ളതാണ്. അതായത് വിവാഹവും അതിനോട് ചേർന്ന് വരുന്ന കാര്യങ്ങളും മാത്രമാണ്, അതിൽ മാത്രം അതിൻ്റേതായ ലൈസൻസോട് കൂടി ഉപയോഗിക്കേണ്ട ഒരു വസ്തുതയാണ് ലൈംഗികത അഥവാ സെക്സ്. എന്നാൽ സെക്സ് എന്ന പദം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ഈ വാക്ക് എവിടെ നിന്ന് വന്നു? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സെക്സ് എന്ന വാക്ക് ശരിക്കും വരുന്നത് സാത്താനിൽ നിന്നാണ്, അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നല്ല. വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത് വിവാഹത്തെ സംബന്ധിച്ചത്,
എബൌട്ട് ദ മാരേജ്, വിവാഹത്തെ സംബന്ധിച്ചത്, വിവാഹത്തിന് വേണ്ടിയുള്ളത്, വിവാഹത്തിൽ അധിഷ്ഠിതമായത്, ലൈംഗിക വിശുദ്ധി. അതായത് ഈ വിശുദ്ധി എന്നത് അത് നമുക്ക് ലേവ്യരുടെ പുസ്തകം നോക്കുമ്പോൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം 1-ാം തിരുവചനം, അവിടെ ഇങ്ങനെ കർത്താവ് പറയുന്നത്, അതിൻ്റെ ഹെഡിങ് തന്നെ ലൈംഗിക വിശുദ്ധി, ലൈംഗികതയുടെ വിശുദ്ധി എന്നാണ്. ലൈംഗികത എന്ന് പറഞ്ഞാൽ തന്നെ വിവാഹത്തിൽ അധിഷ്ഠിതമാണ്, വിവാഹത്തിന് വേണ്ടിയുള്ളത് എന്ന് മാത്രമാണ്. അത് കർത്താവിൻ്റെ പറയുന്നത്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്. നിങ്ങൾ വസിച്ചിരുന്ന ഈ ഈജിപ്ത് ദേശത്തെ ജനങ്ങളെ പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്. ഞാൻ നിങ്ങളെ പ്രവേശിക്കാനിരിക്കുന്ന കാനാൻ ദേശത്തെ ആളുകളെ പോലെയും നിങ്ങൾ പ്രവർത്തിക്കരുത്. നിങ്ങളുടെ ചട്ടങ്ങൾ അനുസരിച്ച് നിങ്ങൾ വ്യാപരിക്കുകയും അരുത്. നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് വ്യാപരിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. നിങ്ങൾ എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുക. അവ അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും. ഞാനാണ് കർത്താവ്. അവിടെ ലൈംഗിക വിശുദ്ധിയെക്കുറിച്ചാണ് സർവശക്തൻ പറയുന്നത്. അവിടെ എങ്ങനെ നമ്മൾ വായിച്ചു നോക്കിയാലും ഇനി നമുക്ക് സെക്സ് എന്ന പദത്തെ കണ്ടെത്താൻ കഴിയില്ല. സെക്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പദമാണ്, പക്ഷെ അതിൻ്റെ മലയാള ഭാഗമാണ് ലൈംഗികത. അപ്പോൾ ഈ ലൈംഗികതയെ സംബന്ധിച്ച എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്നത് അടിസ്ഥാനപരമായി വിവാഹത്തിനു വേണ്ടിയും മാത്രമാണ്. അതിനകത്ത് ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പോയി വായിക്കേണ്ട ഒരു വചനഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉൽപ്പത്തിയുടെ പുസ്തകമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 22-ാം തിരുവചനത്തിലേക്ക് വന്നാലേ ഇതിനകത്ത് ദൈവം അർത്ഥമാക്കുന്ന അർത്ഥത്തെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്താണ് സെക്സ് എന്നും എന്താണ് വിവാഹമെന്നും നമ്മൾ പഠിക്കേണ്ടി വന്നാലേ നമ്മളുടെ വ്യത്യാസം ഗ്രഹിച്ചാലേ നമ്മുടെ ആധുനിക ലോകത്തിലെ എല്ലാവിധ അശുദ്ധ ചിന്തയിൽ നിന്നും മ്ലേച്ഛതയിൽ നിന്നും എൻ്റെ മനസ്സിനെ, ശരീരത്തെ, ആത്മാവിനെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. കാരണം ലോകം ഒരു സോദോം ഗോമോറ ആയിട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇന്നല്ല നാളെ നമ്മളതിനകത്ത് പല രീതിയിൽ പെട്ടുപോയിട്ടുള്ളവരുടെ എണ്ണമാണ് കൂടുതൽ. അതിൽ നിന്നൊരു രക്ഷ നമുക്ക് കിട്ടിയില്ല എങ്കിൽ, ഇതിനെ വിവേചിച്ചറിഞ്ഞില്ല എങ്കിൽ, നാം ഈ ഗോമോറയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഗോമോറയിലുള്ള ജനങ്ങളെ ദൈവം കൊല്ലുന്നത് അന്നത്തെ ഭാഷയിൽ തീയും ഗന്ധം ഉപയോഗിച്ചാണെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ അണുബോം വിട്ടുകൊണ്ടാണ്. അണുബോംബിൻ്റെ ചൂട് എന്ന് പറഞ്ഞാൽ 1 കോടി ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടാണ്, ഉരുകി പോകുന്ന ചൂടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിയേ പറ്റൂ. മനസ്സിലാക്കുന്നില്ല എങ്കിൽ നാം ഇതിനകത്ത് പെട്ടുപോകും. അവിടെ കർത്താവ് പറയാണ്, ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 22-ാം തിരുവചനം ഇങ്ങനെ പറയാണ്, അവിടുന്ന് അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിൽ ആഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്തതിനു ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ല് കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും. അപ്പം ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരരെ, അവന് ഭാര്യയായിട്ടാണ് സ്ത്രീയെ കൊടുക്കുന്നത്. അത് എപ്പോഴാണ് കൊടുക്കുന്നത്? ഭാര്യയായിട്ട് കൊടുക്കുന്നത് പുരുഷൻ ആയ അവസ്ഥയിലാണ്. സ്ത്രീക്ക് രൂപം കൊടുത്തു എന്നും പുരുഷനിൽ നിന്ന് എടുത്തു എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളായിരുന്നു എന്നല്ല എന്നർത്ഥം. വാർദ്ധക്യത്തും ഒന്നും ഒരർത്ഥമില്ല. അതായത് ഭാര്യയായിട്ടൊരു സ്ത്രീയെ ഒരു പുരുഷന് മുമ്പിൽ കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ പ്രായത്തിൻ്റെ തികവ് അവിടെ വരണം. ആ പ്രായത്തിൻ്റെ തികവിൽ വരുന്നവർക്ക് ഉപയോഗിക്കുവാനും സ്നേഹിക്കുവാനും അവർക്ക് ദൈവം കൊടുത്ത കൽപ്പനകളിൽ കൂടെ മാത്രവും ചട്ടങ്ങളിലും നിയമത്തിലും അധിഷ്ഠിതമായി മാത്രം ഉപയോഗിക്കാനുള്ള ഒരു ദൈവിക പദ്ധതിയാണ് വിവാഹം. ആ വിവാഹത്തിൽ ഉള്ള സ്നേഹത്തിൻ്റെ സ്പർശനരൂപവും സ്നേഹത്തിൻ്റെ വിവിധ ഇമോഷനുകളുമാണ് ഏത്? ഒരു ഭാഷയെ പറഞ്ഞാൽ സെക്സ്, പക്ഷേ വേറൊരു ഭാഷയെ പറഞ്ഞാൽ വിവാഹം. അപ്പോൾ സെക്സ് എന്ന വാക്ക് ഒരിക്കലും ഇനി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. സെക്സ് എന്ന വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വരുന്നതല്ല. സെക്സ് എന്ന വാക്ക് മനുഷ്യന് ഉപയോഗിക്കാനുള്ളതല്ല. അത് സാത്താൻ്റേതാണ്, സാത്താന്യമാണ്, സാത്താന്യ ചിന്തയെ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ വിവാഹത്തിൽ അധിഷ്ഠിതമായത്, എബൌട്ട് ദ മാരേജ്, വിവാഹത്തെ സംബന്ധിച്ചത്, വിവാഹത്തിൽ അധിഷ്ഠിതമായത്, വിവാഹത്തിൽ ഉൾക്കൊള്ളുന്നത്. ഇവിടെ തന്നെ വ്യക്തമായിട്ട് അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇത് എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. ഒന്ന് പ്രായപൂർത്തിയായ, ദൈവം അർത്ഥമാക്കുന്ന പ്രായപൂർത്തിയായതിനു ശേഷമാണ് പുരുഷനെ സൃഷ്ടിച്ചത്. പുരുഷനായിട്ടും പുരുഷൻ്റെ വലിപ്പത്തിലും പ്രായത്തിലുമാണ് പുരുഷനെ സൃഷ്ടിക്കുന്നത്. അതിനുശേഷം അവന് തന്നെ ചേർന്ന ഭാര്യയായിട്ട് നൽകുമ്പോൾ സ്ത്രീയായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ത്രീക്കൊരു പ്രായവും പക്വതയും
അതിൻ്റെ വിവേചനവും ഉള്ള ആ രീതിയിലാണ് സ്ത്രീ അല്ലാതെ കുഞ്ഞായിട്ടോ പിന്നെ വലിപ്പ വ്യത്യാസം അനുസരിച്ചോ പ്രായ വ്യത്യാസം അനുസരിച്ചോ അല്ല. അതിൻ്റെ പ്രായം അനുസരിച്ചാണ് കർത്താവ് അവിടെ വിവാഹത്തെ നൽകുന്നത്. എന്നാൽ ഇന്നത്തെ ചിന്ത വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം 18 വയസ്സ് പൂർത്തിയായതിനു ശേഷം മാത്രമേ ഗവൺമെൻറ് നിയമത്തിൽ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അവിടെ ഒരു നിയമം വരുന്നുണ്ട്. അതുപോലെ ദൈവത്തിലൊരു നിയമമുണ്ട്. ആ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിവാഹം കഴിക്കാവുള്ളൂ. വിവാഹത്തിൽ മാത്രമേ ഈ ലൈംഗികതയെ ഉപയോഗിക്കാനും പാടുള്ളൂ. അതല്ലാതെ വിവാഹത്തിൽ അധിഷ്ഠിതമല്ലാതെയുള്ള ആ ജീവിതത്തിന് പുറത്തുള്ള ഏതൊരു വിധ ലൈംഗിക ആസ്വാദനത്തെയും ലൈംഗിക നോട്ടത്തെയും ലൈംഗിക വിഷയത്തെക്കുറിച്ചുള്ള കേൾവിയും എന്താണ്? സെക്സ് അഥവാ സാത്താൻ്റേതാണ്, സാത്താനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ വരുമ്പോൾ നമുക്ക് തെറ്റുപറ്റും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: ഈ സെക്സിനെ മാറ്റി നിർത്തി കാണുക, വിവാഹത്തെ വേറെ രീതിയിലും കാണുക. വിവാഹത്തിൽ അധിഷ്ഠിതമായ ജീവിത രീതിയിലെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ആ വിവാഹവും അതോടനുബന്ധിച്ചൊരു കാര്യം. എന്നാൽ അതിന് പുറത്തുള്ളതിനെ ദൈവിക പദ്ധതി പ്രകാരം വിവാഹത്തിലുള്ളതിൽ അല്ലാതെ ഉള്ളതിനെ ദൈവത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വ്യഭിചാരം എന്നാണ് പറയുന്നത്. ആ വ്യഭിചാരത്തിൽ അധിഷ്ഠിതമായ ലൈംഗികതയാണ് സെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ വിവാഹത്തിൽ അധിഷ്ഠിതമായ ആ ലൈംഗിക വിശുദ്ധിയെ, ലൈംഗിക ഇടപെടലിനെ ലൈംഗിക വിശുദ്ധി എന്നും കുഞ്ഞിൻ്റെ ദൈവത്തിൻ്റെ മക്കളെ ജന്മം കൊടുക്കാനുള്ള സ്നേഹത്തിൻ്റെ സ്പർശന രൂപവും സ്നേഹത്തിൻ്റെ പ്രകടന രൂപവുമാണ് എന്ന് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കണം. അല്ലാതെ സെക്സിനെ ഈ വിവാഹത്തിൽ കൊണ്ടിരിക്കുകയോ വിവാഹത്തെ സെക്സിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യാൻ പാടില്ല. അതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട വെളിപ്പെടുത്തൽ. അപ്പോൾ നമ്മൾ ചോദിക്കും, ഭാര്യയും ഭർത്താവും കൂടി വിവാഹം കഴിഞ്ഞിട്ട് എന്ത് സെക്സ് അല്ലെന്ന് ചോദിക്കും. അല്ല, സെക്സ് അല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മനസ്സിലാക്കുന്നതാണ് നിഗൂഢ രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ സെക്സ് എന്ന് പറയുന്നത് വിവാഹത്തിലല്ല. അവിടെ ദൈവിക സ്നേഹത്തിൻ്റെ നിഷ്കളങ്കമായ നിയമത്തിൽ അധിഷ്ഠിതമായ വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള സ്നേഹത്തിൻ്റെ സ്പർശന ശബ്ദരൂപത്തിലുള്ള പ്രവൃത്തിയാണ് എന്ത്? വിവാഹവും അതോടനുബന്ധിച്ചും. എന്നാൽ ഈ വിവാഹത്തിന് പുറത്തുള്ള മറ്റേതൊരു ആസ്വാദനവും കാഴ്ചപ്പാടും ചിന്തകളും കേൾവിയും പ്രവൃത്തിയുമെല്ലാം സെക്സാണ്. അതുപോലെ സാത്താൻ്റെതാണ്. അത് മനുഷ്യന് വേണ്ടിയിട്ടുള്ളതല്ല, അത് സാത്താന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ സാത്താൻ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യുകയോ കാണുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു നിയമലംഘനം സംഭവിക്കും. ആ നിയമലംഘനമാണ് സർവശക്തനായ ദൈവം വധിക്കുന്ന വ്യഭിചാരം. ഇനി അവളെ തന്നെ മേൽക്കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞൊരു വാക്കുകൂടി ശ്രദ്ധിക്കണം. ആ വാക്കിൻ്റെ രഹസ്യം കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൻ പറയണം, ഒടുവിലിതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. അസ്ഥി എന്ന് പറയുന്നതുകൊണ്ട് ദൈവം ഇവിടെ അർത്ഥമാക്കുന്ന അർത്ഥം അസ്തിത്വം എന്നാണ്. അസ്തിത്വം എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം എന്ന വ്യക്തിയിൽ മരണമില്ലാത്തതുപോലെ മനുഷ്യ ശരീരത്തിലും മനുഷ്യനിലും മരണമില്ലാത്ത ഒരു നിത്യശരീരമുള്ള അസ്തിത്വമുള്ള വ്യക്തിത്വമുള്ള വിശുദ്ധിയും പരിശുദ്ധിയും ദൈവിക പ്രമാണങ്ങളിൽ അധിഷ്ഠിതവുമായ ഒരു സ്നേഹപ്രകടനത്തിൻ്റെ ഒരു ചലനരൂപം, ഒരു പ്രവൃത്തി രൂപം ആണ് അസ്തിത്വം. ഇവിടെ അസ്തിത്വം എന്ന് പറയുന്നത് മരണശേഷവും ഈ സമയത്ത് മരണം വന്നിട്ടില്ല. ഇവിടെ പുരുഷനെയും സ്ത്രീയെയും ദൈവം സൃഷ്ടിക്കുമ്പോൾ മരണം കടന്നു വന്നിട്ടില്ല. അവിടെ അസ്തിത്വമാണുള്ളത്. അതായത് ദൈവത്തിൻ്റെ അതേ ഛായയും രൂപം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ദൈവികമായ എല്ലാ രീതിയിലുള്ള സ്നേഹവും ചൊരിയുന്ന ഒരു പ്രവൃത്തിയുടെ രൂപമാണ് ഇവിടെ എന്ത്? അസ്തിത്വം. അതിന് മാംസത്തിനുള്ള മാംസം എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? അവിടെയാണ് മാംസത്തിനുള്ള മാംസത്തിനുള്ള വാക്കിൻ്റെ അർത്ഥമാണ് വിവാഹം, അത് മാരേജ്, നമ്മൾ മനസ്സിലാക്കും, വെഡ്ഡിങ് എന്നൊക്കെ ഭാഷയിൽ പറയുന്നത്. അപ്പോൾ ഈ മാംസത്തിനുള്ള മാംസം, ഒരു മാംസശരീരമുള്ള പുരുഷനും മാംസശരീരമുള്ള സ്ത്രീയും സ്നേഹത്തിൽ ദൈവികമായ പദ്ധതിയിൽ ഒരുമിച്ച് ചേർന്ന് അവിടെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിനെയാണ് ഇവിടെ എന്ന് പറയുന്നത് അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും. അത് മരണമില്ലാത്ത ജീവിതവും ദൈവത്തിൻ്റെ വിവാഹവും, ദൈവം തരുന്ന വിവാഹവും. അവിടെ തരുന്ന സ്നേഹപ്രകടനത്തെയാണ് വിവാഹത്തിൽ അധിഷ്ഠിതമായത്. ഈ സ്നേഹപ്രകടനത്തിന് പുറത്തുള്ളതെല്ലാം എന്താണ്? സെക്സിൻ്റെ ചിന്തകളുമാണ്. അത് മുഴുവനും ദൈവികമല്ല, സാത്താന്യമാണ്. അതുകൊണ്ട് നാം ക്രിസ്ത്യാനികൾ വിവാഹ ജീവിതത്തിൽ സെക്സ് എന്നൊരു പദം ഉപയോഗിക്കുവാനോ സെക്സ് ചെയ്യുവാനോ പാടില്ല. പിന്നെ എന്താണ് അവിടെ ഉള്ളത്? വിവാഹവും വിവാഹത്തിൽ അധിഷ്ഠിതമായ
ദൈവിക പദ്ധതിയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ, അതായത് സ്ത്രീ ഭാര്യ, പുരുഷൻ ഭർത്താവ്, അല്ലാതെ സ്ത്രീക്ക് സ്ത്രീയും പുരുഷന് പുരുഷനുമല്ല. അവിടെ നിയമം തെറ്റി. അപ്പോൾ അവിടെ ഭാര്യയും ഭർത്താവുമായ സ്ത്രീക്കും പുരുഷനും തമ്മിൽ ദൈവിക സ്നേഹത്തിൻ്റെ സ്പർശനവും ദൈവിക സ്നേഹത്തിൻ്റെ ഇടപെടലിന് വേണ്ടി മാത്രം ദൈവം ഒരുക്കുന്ന ചില പ്രവൃത്തികളുടെ രൂപമാണ് അവിടെ വിവാഹവും വിവാഹത്തിൻ്റെ പ്രവൃത്തി. അതിന് പുറത്തുള്ളതെല്ലാം സെക്സാണ്. അത് മുഴുവൻ സാത്താൻ്റേതാണ്. അത് ക്രിസ്തീയമല്ല, അത് ദൈവികമല്ല, അത് മഹത്വമല്ല. ഇനി അങ്ങനെ ചെയ്താൽ എന്തു സംഭവിക്കും? അങ്ങനെ അല്ലാതെ നമ്മൾ മറ്റൊരു രീതിയിൽ ഇതിനെപ്പറ്റി കണ്ടാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക എന്നുകൂടി നമ്മൾ അറിയണം. അതറിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഘടനാപരമായ സത്യങ്ങളെ മനസ്സിലാക്കുന്നത്. അവിടെ ഇങ്ങനെ പറയുകയാണ്, അത് ലേവ്യരുടെ പുസ്തകത്തിലാണ് അതിൻ്റെ ബാക്കി പറയുന്നത്. ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയാണ്, കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്. നിങ്ങൾ വസിച്ചിരുന്ന ഈജിപ്ത് ദേശത്തെ ജനങ്ങളെപ്പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്. ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കാനിരിക്കുന്ന കാനാൻ ദേശത്തിലെ ആളുകളെ പോലെയും നിങ്ങൾ പ്രവർത്തിക്കരുത്. അവരുടെ ചട്ടങ്ങളനുസരിച്ച് നിങ്ങൾ വ്യാപരിക്കുകയും അരുത്. നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് വ്യാപരിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. നിങ്ങൾ എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുക. അവ അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും. ഞാനാണ് കർത്താവ്. ആണോ? ആ ദൈവത്തിൻ്റെ പ്രമാണം അധിഷ്ഠിതമായ വിവാഹവും ആ വിവാഹ ജീവിതത്തിലെ സ്നേഹവും ആ വിവാഹ ജീവിതത്തിലെ സ്നേഹത്തിൽ ദൈവികമായ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തികളും ചെയ്താൽ അതിൽ ജീവനുണ്ട്. നിങ്ങൾ ആ പ്രമാണം അനുസരിച്ച് ജീവിക്കും. അതല്ലാതെ അതിന് പുറത്തുള്ള എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ നോക്കുകയോ പണം മുടക്കുകയോ ചിന്തിക്കുകയോ ചെയ്താൽ ഒന്ന് പാപം എന്ന് പറയാം, മറ്റൊന്നത് കർത്താവ്. അത് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജീവിക്കും, അങ്ങനെ ആയാൽ നിങ്ങൾ മരിക്കും. എന്നിട്ട് കർത്താവ് പിന്നീട് അവിടുന്ന് പറയാണ്, ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ പറയാണ്, നിന്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പുത്രിയുടെയോ അവൾ സ്വദേശത്തോ അന്യദേശത്തോ ജീവിച്ചവളാകട്ടെ നഗ്നത അനാവൃതമാക്കരുത്. അവിടുന്ന് ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, ഒരു സ്ത്രീയുടെയും അവളുടെ തന്നെ മകളുടെയും നഗ്നത നീ അനാവൃതമാക്കരുത് എന്ന് പറഞ്ഞാൽ, പ്രിയ സഹോദരരെ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സ്ത്രീയുടെയും നഗ്നതയിലേക്ക് മനുഷ്യൻ്റെ കണ്ണോ കാതോ ചെല്ലാൻ പാടില്ല, നഗ്നത പ്രദർശിപ്പിക്കാൻ പാടില്ല, നഗ്നത കാണാൻ പാടില്ല, നഗ്നത ഉപയോഗിക്കാൻ പാടില്ല. വസ്ത്രധാരണത്തിൽ നഗ്നതയെ നല്ലവണ്ണം മറച്ച് വിശുദ്ധി മാത്രമുള്ള രീതിയിൽ ആ വസ്ത്രധാരണത്തെ ക്രമീകരിച്ചു കൊടുക്കുന്നതാണ് നിയമവും നിയമത്തിൽ അധിഷ്ഠിതമായ വിശ്വാസവും വിശുദ്ധിയും. ഇതിന് വിരുദ്ധമായിട്ട് എന്ത് പ്രവർത്തിച്ചാൽ എന്തു സംഭവിക്കുമെന്ന് വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്. ആ പറഞ്ഞ ഭാഗം നമ്മൾ അതുകൂടെ കേട്ട് കഴിയുമ്പോഴാണ് കർത്താവ് എത്രമാത്രം വ്യക്തമായിട്ടാണ് കർത്താവ് ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത് മനസ്സിലാകുന്നത്. അത് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 60-ാം തിരുവചനത്തിലേക്ക് വരണം. അവിടെ ഇങ്ങനെ കാണുന്നു, 59 മുതൽ വായിക്കാം. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 58-ാം തിരുവചനം, നിന്റെ ദൈവമായ കർത്താവ് എന്നെ മഹത്വപൂർണവും ഭയാനകവുമായ നാമത്തെ നീ ഭയപ്പെടുന്നതിന് വേണ്ടി ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമങ്ങൾ അക്ഷരം പ്രതി ശ്രദ്ധാപൂർവം നീ അനുസരിക്കാതിരുന്നാൽ ചിന്തിക്കാനാവാത്ത വിധം ക്രൂരവും മാരകവുമായ മഹാമാരികളാലും തീരാവ്യാധികളാലും അവിടുന്ന് നിന്നെയും നിന്റെ സന്തതികളെയും അടിച്ചു വീഴ്ത്തും. പ്രിയപ്പെട്ടവർ, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയത്തെ ഇത്ര ആധികാരികമായിട്ട് സംസാരിച്ചത്. ഇന്ന് നമുക്കറിയാം, നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കി, എനിക്ക് വരുന്ന ഫോൺ കോളുകളും വാട്സപ്പുകളൊക്കെ ധാരാളം ആളുകൾ അവരുടെ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടു. വിവാഹം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയി. വിവാഹം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞപ്പോൾ 5 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിച്ചു പോയി. 1 വർഷം കഴിഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്നത്, 8-10 വർഷം കഴിഞ്ഞിട്ട് ഉപേക്ഷിച്ച് പോകുന്നത്, 2-3 മക്കൾക്ക് ജന്മം കൊടുത്തതിന് ശേഷം ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നു, ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കുന്നു. ഇവിടെ അടിച്ചു വീഴ്ത്തപ്പെടുകയാണ്. പിന്നെ ഇവരെങ്ങോട്ടാണ് പോകുന്നത്? കർത്താവ് പറയാണ്, നിന്റെ ദൈവമായ കർത്താവ് എന്ന മഹത്വപൂർണവും ഭയാനകവുമായ നാമത്തെ നീ ഭയപ്പെടുന്നതിന് വേണ്ടി ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമങ്ങൾ അക്ഷരം പ്രതി ശ്രദ്ധാപൂർവം നീ അനുസരിക്കാതിരുന്നാൽ ചിന്തിക്കാനാവാത്ത വിധം ക്രൂരവും മാരകവുമായ മഹാമാരികളാലും തീരാവ്യാധികളാലും അവിടുന്ന് നിന്നെയും നിന്റെ സന്തതികളെയും അടിച്ചു വീഴ്ത്തും. അതായത് ആ അടിച്ചു വീഴ്ത്തുക എന്ന് പറയുന്നതാണ് കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണം, കുടുംബ ബന്ധങ്ങളുടെ നാശം.
മക്കൾ അനാഥമാകുന്ന അവസ്ഥ, ആത്മഹത്യകളുടെ എണ്ണം ഭയങ്കരം, അതിഭയാന. ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്നു, ഭാര്യ ആത്മഹത്യ ചെയ്യുന്നു. ഇതല്ലെങ്കിൽ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര. എത്ര മ്ലേച്ഛ സംഭവങ്ങളും മോശമായ പ്രവൃത്തികളും കേൾക്കുന്നതിനോ കാണുന്നതിനോ മടിയില്ല. അതിനുവേണ്ടി പണം കൊടുക്കുന്നതിനും മനുഷ്യന് മടിയില്ലാത്ത വിധം ഈ സംഭവത്തെ SEX എന്ന ഈ സംഭവത്തെ ആസ്വാദനപൂർവ്വം കാണുമ്പോൾ, അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, മാദകമായി വീഞ്ഞ് അവൾ വ്യഭിചാരത്തിനും ദുർഭൂതം നിങ്ങളിൽ വസിക്കുന്നതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരികെ പോകാൻ കഴിയുകയില്ല എന്ന് ഓസിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ സർവശക്തനായ ദൈവം എഴുതി വെച്ചതിൻ്റെ പിന്നാമ്പുറങ്ങളിലെ അടിസ്ഥാന ഘടനയെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പ്രിയ സഹോദരരെ, അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും കൊല്ലാൻ പറ്റാത്ത വലിയൊരു പെരുമ്പാമ്പായി ലോകത്തെ മുഴുവനും, സഭയെ മുഴുവനും, ജനകോടികളെ മുഴുവനും ഈ പെരുമ്പാമ്പിൻ്റെ പിടുത്തത്തിൽ ഉൾപ്പെടുത്തി ഞെരിച്ച് അമർന്ന് കുടുംബങ്ങളെ, കുടുംബ ബന്ധങ്ങളെ, വിശ്വാസങ്ങളെ, വിശുദ്ധിയെ, സഭയെ, കൂദാശകളെ, ദൈവവചനത്തെ തള്ളിക്കളയുമ്പോൾ, ധിക്കരിക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക? ആർക്കും പിടിച്ചു കൊല്ലാൻ പറ്റാത്തവന് ഈ പെരുമ്പാമ്പിൻ്റെ പിടുത്തത്തിൽ അകപ്പെട്ടു പോയതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ വിവാഹ ജീവിതത്തിലെ തകർച്ചയാണ്. ഈ വിവാഹ ജീവിതം തകർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെങ്ങോട്ടാണ് പോകുന്നത്? അവർ വിവാഹത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ പിന്നെ പോകുന്നതാണ് സെക്സ്. അതാണ് വ്യഭിചാരവും അതിൻ്റെ സംഭവങ്ങളും. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഒരു സ്ത്രീയുടെയും നഗ്നത നീ കാണരുത്. ഇപ്പം ഞാൻ വായിച്ച വചനങ്ങൾ, ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 9-ാം, നിന്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പുത്രിയുടെയോ അവൾ സ്വദേശത്തോ അന്യദേശത്തോ ജീവിച്ചവളാകട്ടെ ആരുടെയും ആയിക്കോട്ടെ നഗ്നത നീ അനാവൃതമാക്കരുത്, നഗ്നത നോക്കരുത്. കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ്. അതിനുശേഷം 17-ാം അധ്യായത്തിൽ പറയുകയാണ്, ഒരു സ്ത്രീയുടെയും അവളുടെ തന്നെയോ അവളുടെ മക്കളുടെയോ നഗ്നതയെ നീ അനാവൃതമാക്കി നോക്കി കാണരുത്. അത് അധർമ്മമാണ്, അത് ധാർമ്മികമല്ല, മൂല്യാധിഷ്ഠിതമല്ല. അശുദ്ധിയുടെയും മ്ലേച്ഛതയുടെയും ദുഷ്ടതയുടെയും ക്രൂരതയുടെയും ചതിയുടെയും പൈശാചികത അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് അധർമ്മമാണ്, ധാർമ്മികമല്ല, ദൈവികമല്ല. അത് പ്രകൃതിക്ക് പോലും വിരുദ്ധമാണ്. അധർമ്മം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ വിരുദ്ധത, പ്രകൃതിക്ക് വിരുദ്ധമായത് എന്നാണ്. അപ്പോൾ കർത്താവ് പറയാണ്, നീ നഗ്നത നോക്കി കാണരുത്, അത് സെക്സാണ്, സെക്സ് വ്യഭിചാരമാണ്, അത് ചെയ്യരുത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സീക്രട്ട് എന്ന് പറയുന്ന രഹസ്യമായിട്ട് ക്രിസ്തുവിൽ ദൈവിക രഹസ്യത്തിൽ വിവാഹത്തിൽ മാത്രം രഹസ്യമായി കാണേണ്ടതും, ആ രഹസ്യമായി കാണേണ്ടത് വിവാഹത്തിൽ മാത്രം ഉപയോഗിക്കേണ്ടതും, ആ വികാരം നീ വിവാഹത്തിൽ മാത്രം ഉപയോഗിക്കേണ്ടതും SEX അത് വിശുദ്ധ കുരിശിൻ്റെ നാമത്തിൽ, അതായത് വിശുദ്ധ കുരിശിൻ്റെ നാമത്തിൽ, വിശുദ്ധിയുടെ തലത്തിൽ, സഹനത്തിൽ, ത്യാഗത്തിൽ, വിട്ടുവീഴ്ചയിൽ, സ്നേഹത്തിൽ, സഹവർത്തിത്വത്തിൽ, ദൈവിക പദ്ധതിയിൽ, ദൈവിക നിയമത്തിൽ അധിഷ്ഠിതമായി വിവാഹത്തിൽ മാത്രം ഉപയോഗിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടതുമായ ഒരു ഇമോഷൻ, ഒരു വികാരമാണ് ലൈംഗികത. അതിന് ലൈംഗിക വിശുദ്ധി എന്നാണ് പറയുന്നത്. ആ ലൈംഗിക വിശുദ്ധിയെ പറയുന്ന പേരാണ് വിവാഹം. ആ വിവാഹത്തിൽ മാത്രമേ ഇത് ഉപയോഗിക്കാനോ കാണാനോ കേൾക്കാനോ പാടുള്ളൂ. അതല്ലാതെ അതിന് പുറത്തുള്ള കാഴ്ചകളും കേൾവികളും അതിന് മുടക്കുന്ന പണവും നിന്നെ അടിച്ചു വീഴ്ത്തും കർത്താവ്. അതാണ് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന വചനം നമ്മൾ ശരിക്കും വായിക്കണം പ്രിയ സഹോദരങ്ങളെ. കർത്താവ് എന്ന് വെച്ചാൽ നിന്നെ അടിച്ചു വീഴ്ത്തും. ഇപ്പം ഞാൻ വായിച്ച വചനമാണ് ലേവ്യരുടെ പുസ്തകം. അപ്പോൾ ആ അടിച്ചു വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകളാണ്. ദൈവിക പ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ചുള്ള പ്രവൃത്തികളെല്ലാം നാം തകർന്നതിനിടയാകും എന്ന് കർത്താവ് പറയണം. അതുകൊണ്ട് ഈ സെക്സ് എന്ന വിഷയത്തെ നാം കാണേണ്ടത് രണ്ട് രീതിയിലാണ്. സെക്സ് എന്നത് സാത്താൻ്റേതാണ്. അതായത് ഇതിൻ്റെ ശാസ്ത്രീയ തലമല്ല ഞാൻ പറയുന്നത്, ഇതിൻ്റെ പൊളിറ്റിക്കൽ സംഭവമല്ല ഞാൻ പറയുന്നത്, ആത്മീയ തലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് സമൂഹത്തിലെ സെക്സ് എന്ത്, വിവാഹത്തിലെ സെക്സ് എന്ത്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വിവാഹത്തിൽ അധിഷ്ഠിതമായ ജീവിത രീതി, ദൈവിക നിയമങ്ങളിൽ വിവാഹവും വിവാഹത്തിൽ ഉപയോഗിക്കേണ്ടതായ ചട്ടങ്ങളെക്കുറിച്ചും അതിൻ്റെ നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ തത്വസംഹിതകളെക്കുറിച്ചും അതിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും അതിനുവേണ്ടി ഉപയോഗിക്കേണ്ട ജ്ഞാനത്തെക്കുറിച്ചും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വിവേകത്തെക്കുറിച്ചും അതിനുവേണ്ടി ഉപയോഗിക്കേണ്ട പക്വതയെക്കുറിച്ചുമാണ് കർത്താവിടെ അർത്ഥമാകുന്നത്. അതാണ് വിവാഹവും വിവാഹ ജീവിതത്തിൽ അധിഷ്ഠിതമായ ലൈംഗിക വിശുദ്ധി എന്ന് പറയുന്നത്. അതാണ് വിവാഹത്തിൽ മാത്രം ഉപയോഗിക്കേണ്ടത്. അല്ലാതെ മറ്റതിന് പുറത്തുള്ള എല്ലാ കാഴ്ചകളും എല്ലാ കേൾവികളും ദൈവിക ശിക്ഷയ്ക്ക്, ക്രോധത്തിന്, ദൈവത്തിൻ്റെ ക്രോധത്തിന് കാരണമാകും. അതുകൊണ്ടാണ് റോമാക്കാരുടെ ലേഖനം 1-ാം അധ്യായം 18-ാം തിരുവചനം അവിടെ കർത്താവ് വളരെ പച്ചയായ വ്യക്തമായ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. റോമാക്കാരുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനത്തിൽ കർത്താവ് എഴുതി വെച്ച വചനം നമ്മൾ
കണ്ടിട്ടുള്ളതാണെങ്കിൽ ഈ അവസരത്തിൽ ഒന്നുകൂടെ പറയേണ്ടത് അത്യാവശ്യമായിട്ട് ഞാൻ പറയുകയാണ്. അവിടെ കണ്ട റോമാക്കാരുടെ ലേഖനം 1-ാം അധ്യായം അതിൽ 12-ാം തിരുവചനത്തിൽ മനുഷ്യൻ്റെ തിന്മയെന്നാണ് വന്നിരിക്കുന്നത്, പാപത്തെക്കുറിച്ചല്ല. പാപത്തിൻ്റെ പ്രവൃത്തി രൂപമാണ് തിന്മ. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് എവിടെയാണ്? റോമാക്കാരുടെ ലേഖനം 1-ാം അധ്യായം 18-ാം തിരുവചനം കഴിഞ്ഞേച്ച് അതിൻ്റെ 25-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ, അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജത്തെ സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. ഉണ്ടോ? അവിടെ ദൈവത്തിൻ്റെ മഹത്വത്തെ, സത്യത്തെ ഉപേക്ഷിച്ച് വ്യാജത്തെ സ്വീകരിച്ചു. സത്യം എന്ന് പറയുന്നത് വിവാഹമാണ്. സത്യം എന്ന് പറയുന്നത് വിശുദ്ധിയാണ്. വിശുദ്ധി എന്ന് പറയുന്നത് വിവാഹത്തിൽ അധിഷ്ഠിതമായി മാത്രം ഉപയോഗിക്കേണ്ട ലൈംഗിക ആവശ്യങ്ങളെ ഉപയോഗവുമാണ്. അതാണ് സത്യം. ആ സത്യത്തെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്തു? സൃഷ്ടിയുടെ പ്രവൃത്തികളെ അവർ ആരാധിച്ചു. സൃഷ്ടികളുടെ പ്രവൃത്തികളെ അവർ നോക്കി. സൃഷ്ടിയുടെ പ്രവൃത്തിയാണ് ഈ വിവാഹത്തിന് പുറത്തുള്ള എല്ലാ ജീവിതവും. അതുകൊണ്ട് അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധമായ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവികം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയാൽ ആസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകരമായ കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. കണ്ടോ? ഇവിടെ എഴുതി വെച്ച് എത്ര വ്യക്തമായിട്ടാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണിൽ കൂടെയോ ലാപ്ടോപ്പിൽ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ടെലിവിഷനിൽ കൂടെയോ ഒക്കെ നമ്മുടെ കണ്ണുകളെ അശുദ്ധിക്ക് കാണാൻ വേണ്ടിയിട്ട്, നഗ്നത കാണാൻ വേണ്ടി ഉപയോഗിക്കുകയോ കേൾക്കുകയോ നോക്കുകയോ പണം മുടക്കുകയോ അതിന് മുമ്പിൽ ഇരിക്കുകയോ സമയം ഉപയോഗിക്കുകയോ നമ്മൾ ചെയ്തുകൊണ്ട് അശുദ്ധി നോക്കുകയോ കാണുകയോ ചെയ്താൽ കർത്താവ് അടിച്ചു വീഴ്ത്തുക തന്നെ ചെയ്യും. അത് നമ്മുടെ കുടുംബത്തിന് മഹാമാരികളായിട്ട് വരും, വലിയ വെള്ളപ്പൊക്കങ്ങളായിട്ട് വരും, വലിയ യുദ്ധങ്ങളായിട്ട് വരും, കൊറോണ പോലത്തെ മഹാമാരികളായിട്ട് വരും. ഒരു മനുഷ്യനും തടഞ്ഞു നിർത്താൻ പറ്റാത്ത, മനുഷ്യരാശിയെ അടിച്ചു വീഴ്ത്തുന്ന, മനുഷ്യരാശിയെ നശിപ്പിച്ചു കളയുന്ന, മനുഷ്യരാശിയെ മുക്കിക്കൊല്ലുന്ന, മനുഷ്യരാശിക്ക് കണ്ടുപിടിച്ച് രക്ഷപ്പെടാനാവാത്ത വിധം വലിയ തകർച്ചകളിലേക്ക് ഈ ലൈംഗിക വിശുദ്ധിയുടെ പാലിക്കൽ നടന്നില്ല എങ്കിൽ കർത്താവിൻ്റെ ശിക്ഷ വളരെ വലുതായിരിക്കും, വളരെ 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 വലുതായിരിക്കും. അതുകൊണ്ടാണ് അത് തന്നെ വീണ്ടും വെളിപാടിൻ്റെ പുസ്തകത്തിൽ കർത്താവ് പറയുമ്പോൾ അതിന് വ്യക്തമായിട്ട് ഇങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഈ വിഷയത്തോട് ചേർത്ത് വെച്ച് ദൈവിക വെളിപ്പെടുത്തലിനെ കുറിച്ച് പറയാണ്. സ്വർഗത്തിൽ നിന്ന് വേറെ സ്വരം ഞാൻ കേട്ടു, എൻ്റെ ജനമേ അവളിൽ നിന്ന് ഓടിയകലുവിൻ, അവളുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും, അവളുടെ പാപങ്ങൾ ആകാശത്തോളം കുമാരം കൊണ്ടിരിക്കുന്നു. അതായത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചത്, ഇൻ്റർനെറ്റൊക്കെ എത്രയോ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ, സുവിശേഷം കൊടുക്കാൻ, സുവിശേഷം കേൾക്കാൻ, ജ്ഞാനം പകർന്നു കൊടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാനുള്ള ശാസ്ത്രീയ സത്യങ്ങളായിട്ട് നിലനിൽക്കുമ്പോൾ അതിനെ അശുദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ കർത്താവിനാണ് ഇത് ആകാശത്തോളം ഈ അശുദ്ധി കയറി നിൽപ്പുണ്ട് മുകളിൽ. അതിൽ നിങ്ങൾ പങ്കാളി എന്ന ആളായാൽ മഹാമാരികൾ നിങ്ങളെയും പിടികൂടും. അതിൽ പിന്നെ പറയണം, അവൾക്ക് കൊടുത്തതുപോലെ തിരികെ അവൾക്ക് കൊടുക്കും, അവളുടെ പ്രവൃത്തിക്ക് ഇരട്ടി പ്രതിഫലം നൽകും. അവൾ കല്ലിൽ കൊടുത്ത പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലർത്തി കൊടുക്കും. അവൾ തങ്ങളെ തന്നെ എത്രത്തോളം മഹത്വപ്പെടുത്തുകയും സുഖഭോഗങ്ങളിൽ മുഴുകുകയും ചെയ്തുവോ അത്രത്തോളം പീഡനവും ദുഃഖവും അവർക്ക് തിരികെ നൽകും. ആ പീഡനവും ദുഃഖവും ഇനി വരും കാലഘട്ടങ്ങളിൽ മഹാമാരികളായിട്ട്, യുദ്ധങ്ങളായിട്ട്, ക്ഷാമങ്ങളായിട്ട്, ജോലിയില്ലാത്ത അവസ്ഥയായിട്ട്, വിദേശ രാജ്യങ്ങളിൽ പുറന്തള്ളുന്നതിലായിട്ട്, വീട്ടിൽ വന്നാൽ സ്വസ്ഥതയില്ലാതെയായിട്ട്, വിവാഹബന്ധത്തിൻ്റെ തകർച്ചയായിട്ട്, അത് വ്യഭിചാരാസക്തി വർദ്ധിക്കുന്നതായിട്ട്, വിശ്വാസത്തിന് ഓടിയകലുന്നതായിട്ട്, കൂതാശകളോട് ഇഷ്ടമില്ലാത്ത രീതിയിലായിട്ട്, ഇങ്ങനെ ഡൈവോഴ്സ് ചെയ്യുന്നതായിട്ട്, വിവാഹത്തിന് ആലോചിച്ച് നടക്കാത്ത അവസ്ഥയായിട്ട്, ശാപഗ്രസ്തമായ ഭവനങ്ങളുടെ, പൈശാചികത നിറഞ്ഞ ഭവനങ്ങളുടെ അവസ്ഥയായിട്ട്, അങ്ങനെ തകർച്ചകളുടെ 100,000 അവസ്ഥകൾ ഒരു കുടുംബത്തിൽ വരുമ്പോൾ കർത്താവ് പറയാണ്, ഞാൻ നിന്നെ അടിച്ചു വീഴ്ത്തും. എന്തെന്നാൽ നീ ഈ ലൈംഗിക വിശുദ്ധിയിൽ ദൈവിക പ്രമാണങ്ങൾ ലംഘിച്ചെങ്കിൽ, നീ ലൈംഗിക വിശുദ്ധിയുടെ വിവാഹത്തിൽ അധിഷ്ഠിതമായ സ്നേഹത്തിന് പകരം സെക്സിൻ്റെ ആസ്വാദനത്തിനായി, വ്യഭിചാരത്തിൻ്റെ ആസ്വാദനത്തിനായി നീ മുടക്കിയ പണവും സമയവും നിനക്കെതിരെ വലിയ ദുരന്തമായിട്ട്, അവിടെയാണ് കർത്താവ് പറഞ്ഞത്, സോദോം ഗോമോറ പോലെ ഞാൻ നശിപ്പിക്കും. കർത്താവിൻ്റെ നാശം, ദൈവത്തിൻ്റെ ക്രോധം ആകാശത്ത് പ്രത്യക്ഷം. റോമർ 1:18. ദൈവത്തിൻ്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. ആണവ മിസൈലുകളായിട്ട് ലോകത്തെ വിഴുങ്ങുവാൻ തക്കവിധം വലിയ മഹാമാരിയായിട്ട് വരാൻ നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ ഈ വിവേചനം, ഈ സെക്സ് എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഇമോഷണൽ ക്രൂസ്, രഹസ്യവികാരം യേശു ക്രിസ്തുവിൻ്റെ കുരിശിൽ, അതിൻ്റെ മറ്റു പരസ്യവികാരം വ്യഭിചാരത്തിൽ, അത് അതിൻ്റെ മറ്റു ഭാഷകൾ, അശുദ്ധി. ഈ രഹസ്യവികാരം എന്ന് പറയുന്നത് വിവാഹത്തെ സംബന്ധിക്കുന്ന വിവാഹമെന്ന രഹസ്യം,
അതിൽ അധിഷ്ഠിതമായിരിക്കുന്ന സ്നേഹമെന്ന വികാരം, ആ സ്നേഹമെന്ന വികാരം ഇന്നത്തെ ഭാഷയിൽ കത്തോലിക്ക സഭയിലെ വിവാഹമെന്ന സഭയുടെ നിയമാവലിയിൽ അധിഷ്ഠിതമായ അതിനാണ് SEX എന്ന് പറയുക. അതാണ് ദൈവിക സെക്സ്. അത് സെക്സ് എന്നല്ല ഭാഷ, വിവാഹത്തിൽ അധിഷ്ഠിതമായി. ഇതിനെ വിവേചിച്ചിരണം, വളരെ വ്യക്തമായിട്ട് വിവേചിച്ചിരണം. ഈ വിവേചനം ഇല്ലാതെ നാം മുന്നോട്ട് പോയെന്നാൽ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ആണവ സ്ഫോടനം എപ്പോഴാണ് നമ്മുടെ മുമ്പിൽ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ നാശം എന്നേക്കുമായിട്ട്, പ്രത്യേകിച്ചും ഇത്തരം സ്ഥലങ്ങളെ കർത്താവ് പ്രത്യേകം അഗ്നിക്കായിട്ട് തിരഞ്ഞെടുത്ത് അവിടെ ആണവ മിസൈൽ വർഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് റോമർ 1:12 പറഞ്ഞ ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. ഇത് നമ്മൾ ഇങ്ങനെ കൂട്ടി കണക്ട് ചെയ്ത് വായിച്ച് പഠിക്കണം പ്രിയപ്പെട്ടവരെ. അതിനുള്ള ജ്ഞാനം വിവേകം നമുക്കുണ്ടാവണം. നമ്മൾ എവിടെയായാലും എന്തെങ്കിലും കണ്ടാൽ അത് കാണുകയോ കേൾക്കുകയോ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അവിടെ നിന്നെല്ലാം നമ്മൾ ഊട്ടിക്കണം. അതുകൊണ്ട് വെളിപാട് 18:4 കർത്താവ് എൻ്റെ ജനമേ അവിടുന്ന് ഓട്ടിയെങ്കിലുവിൻ. അല്ലാതെ എല്ലാം സെക്സാണ്, എവിടെ സെക്സ് ചെയ്യാം, വിവാഹത്തിൽ സെക്സ് ചെയ്യാം. വിവാഹം എന്ന് പറഞ്ഞാൽ തന്നെ സെക്സാണ്. സെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സെക്സ്, എന്താണ് വിവാഹം എന്ന് അറിയത്തില്ലാതെ ആ വിവാഹത്തിൽ സെക്സിനെ കൊണ്ടിരിക്കുകയോ വിവാഹത്തെ സെക്സിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യാൻ പാടില്ല. അത് രണ്ടാണ്. രണ്ട് ദൈവിക പദ്ധതികളാണ്. ഒന്ന് സെക്സ് സാത്താൻ്റേത്, ഒന്ന് വിവാഹം ദൈവത്തിൻ്റേത്. ഇത്രമാത്രം വിവേചിച്ച് നമ്മൾ ഈ വിഷയത്തെ പഠിച്ചില്ലെങ്കിൽ നമ്മുടെ പിന്നാലെ വരുന്നത് ആഗോള യുദ്ധമാണ്. ആഗോള യുദ്ധത്തിൻ്റെ ബാക്കി കർത്താവ് നിൽക്കുന്ന അവൾ കലർത്തി കൊടുത്ത പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി ദുഃഖവും വേദനയും കലർത്തി കൊടുക്കുക. അത് നമ്മുടെ പിന്നാലെ വരുന്നുണ്ട്. പ്രിയ സഹോദരനെ, ഈ വിഷയത്തെ സംബന്ധിച്ച് ഇത്രമാത്രം വിഭജിച്ച് വേർതിരിച്ച് നമ്മൾ ഗ്രഹിച്ച് പഠിച്ചില്ല എങ്കിൽ നമ്മുടെ പിന്നാലെ വരുന്നത് വലിയ ദുരന്തമാണ്. കൊടും ദുരന്തങ്ങളും ദുഃഖങ്ങളും വലിയ തകർച്ചകളും വരിക. അതിന് നമ്മൾ നിൽക്കുന്ന സ്ഥലം വിശുദ്ധവും പവിത്രവുമാണെങ്കിൽ അവിടെ ഒരു ദുരാത്മാവും വരികയില്ല, ഒരു ആണവ മിസൈലോട് പതിക്കുകയില്ല, ഒരു കടൽക്ഷോഭം ഉണ്ടാകില്ല, അവിടെ ഒരു മഹാമാരിയും കയറി പ്രവേശിക്കുകയില്ല. നമ്മുടെ ഭവനവും നമ്മുടെ പറമ്പും വിശുദ്ധമാണെങ്കിൽ അവിടെ ഒരു ശല്യങ്ങളും കീടങ്ങളും ഉണ്ടാവുകയില്ല. അത് കർത്താവിൻ്റെ സംരക്ഷണ കോട്ടയിൽ നിർത്തും. സർവശക്തനായ ദൈവത്തിൻ്റെ കാരുണ്യം ആ മക്കളുടെ മേൽ, ആ ഭവനത്തിൻ്റെ മേൽ, ആ ദമ്പതികളുടെ മേൽ, കുഞ്ഞുങ്ങളായിട്ടും സന്തോഷമായിട്ടും സാമ്പത്തിക വിരോധിയായിട്ടും ദൈവം അനുഗ്രഹം വർഷിച്ചുകൊണ്ടേയിരിക്കും. ഒന്നിനും ഒരു കുറവില്ല. 8 മക്കളും 10 മക്കളും ഉണ്ടാകുന്ന ഭവനങ്ങൾ ഇന്നും നമ്മൾ കാണുന്നുണ്ട്. അവർക്കൊന്നും ഒരു കുറവുമില്ല. അവരുടെ ഭവനം എപ്പോഴും അനുഗ്രഹത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പുരോഗതിയുടെയും ആനന്ദത്തിൻ്റെയും വിളനിലമായിട്ട് മാറുമ്പോൾ 1-2 കുഞ്ഞുങ്ങൾക്ക് മാത്രം ജന്മം കൊടുത്ത് ബാക്കി വേണ്ടി സെക്സ് എന്ന പദത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, സ്വന്തം മനസ്സും ശരീരവും ആത്മാവും സെക്സിന് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ, ദൈവിക വിശുദ്ധിക്ക് വേണ്ടിയല്ല, സെക്സ് എന്ന ആസ്വാദനം വിട്ടുകൊടുക്കുമ്പോൾ അവിടെ നടക്കുന്ന വ്യഭിചാരമാണ് തിരിച്ചറിയാൻ നമ്മൾ ഇനി വൈകരുത്. ഇനി വൈകിയാൽ മഹാമാരി വലുതായിട്ട് വരും. പ്രിയ സഹോദരരെ, ഈ വിഷയത്തിൽ കർത്താവ് തന്ന ആ പ്രസ്താവനയാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നത്. സെക്സ് എന്ന വിഷയത്തെ സഭ വിശുദ്ധമായും പവിത്രമായും പഠിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ സാത്താൻ പഠിപ്പിക്കും ഇൻ്റർനെറ്റിലൂടെ. അപ്പോൾ ഇന്ന് ഇൻ്റർനെറ്റിലൂടെ കാണുന്ന എല്ലാവിധ മ്ലേച്ഛതയാണ് തിരിച്ചറിയുകയും അതനുസരിച്ച് ജീവിതത്തിൻ്റെ വിവാഹത്തിലെ വിശുദ്ധിയെ വേർതിരിക്കുകയും ചെയ്തില്ല എങ്കിൽ ഇത് തൊട്ട് പിന്നാലെ വരുന്നുണ്ട് ഇതിൻ്റെ അപകടങ്ങൾ. അതിലെ പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു തിരുത്വം നമ്മെ സമൃദ്ധമായി പരിപാലിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നമ്മുടെ മേൽ നിറഞ്ഞു നിൽക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവെ, അങ്ങ് ഈ ലോകത്തെ ശിക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് ആണവ മിസൈലുകളെ അയക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളെ അവിടുന്ന് സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. അതിനായി ഞങ്ങൾ ഓരോരുത്തരും ഒരുക്കണം പ്രാർത്ഥിക്കുന്നു. അതിനെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യാം. ആമേൻ.